നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസിന്റെ കൂട്ടുകാരനായ ചില്ലി ചിക്കനെയാണ്. എല്ലില്ലാതെ ചെറുതായി മുറിച്ച ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഒരു മുട്ടയുടെ വെള്ളയും വിനാഗിരിയും ഒരു നാരങ്ങയുടെ നീരും 1 സ്പൂൺ സോയാ സോസും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ചു നേരം മാറ്റി വയ്ക്കാം. ആ നേരം കൊണ്ട് ഒരു സവോളയും ഒരു ക്യാപ്സിക്കവും ചതുര കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വയ്ക്കാം. കഴിഞ്ഞില്ല, ഇനി ഒരു ബൗളിലേക്ക് ഇത്തിരി സോയാ സോസും ടൊമാറ്റോ സോസും ഇത്തിരി വിനാഗിരിയും കശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് നല്ലപോലെ യോജിപ്പിക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മാറ്റി വെച്ചോളൂ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ചിക്കനില്ലേ, അതിലേക്ക് ഇത്തിരി കോൺഫ്ലവർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിൽ ഈ ഓരോ കഷ്ണങ്ങളും വറുത്ത് കോരി എടുക്കാം. ചെറുതാക്കി മുറിച്ച ചിക്കൻ ആയതുകൊണ്ട് 5-6 മിനിറ്റ് മതിയായിരിക്കും വെന്ത് കിട്ടാൻ. അത് മുഴുവൻ അങ്ങനെ വറുത്ത് കോരിയെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിൽ ഇത്തിരി എണ്ണ ചൂടാക്കി വെളുത്തുള്ളി അരിഞ്ഞത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത സവോളയും ക്യാപ്സിക്കവും ചേർത്ത് ഒന്ന് വഴച്ചെടുക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ സോസിന്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക. ഇനി വറുത്ത് കോരിയെടുത്ത കോഴി കഷ്ണങ്ങളും കൂടെ ഇതിലേക്ക് ചേർത്താൽ നമ്മുടെ ചില്ലി ചിക്കൻ ഏതാണ്ട് റെഡിയായി. പിന്നെ ഇത് അലങ്കരിക്കാനേ നമ്മുടെ ഉള്ളിത്തണ്ട് അരിഞ്ഞത് അഥവാ സ്പ്രിംഗ് ഒണിയൻ ഒരു മസ്റ്റ്